ദർശനം ഇതാണ്. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്ന രംഗം. ഈ രംഗം തനിക്ക് ദൈവം കൊടുത്തപ്പോ ജോസഫിന് വലിയ സന്തോഷം തോന്നി. ഒരു വിഡിയെ പോലെ ജോസഫ് തനിക്ക് കിട്ടിയ ആ വിഷൻ വിളിച്ചു പറഞ്ഞു. ദൈവം എന്താ ചെയ്തെന്നറിയാമോ? ജോസഫിനെ താൻ വരും കാലത്ത് ആരാക്കാൻ പോകുന്നു എന്നുള്ള കാഴ്ചയാണ് ദൈവം ജോസഫിന് കൊടുത്തത്. ആ സമയത്ത് ജോസഫിന് അത് പ്രാപിക്കാനുള്ള യോഗ്യതയില്ല. എന്റെ ശബ്ദപരിധിയിൽ ഇന്ന് വാഗ്ദത്തം ലഭിച്ചവർ ആ മനസ്സിലാക്കിക്കൊള്ളുക. നമ്മൾ യോഗ്യരായിരിക്കുന്ന സമയത്തല്ല ദൈവം വാഗ്ദത്തം തരുന്നേ. ദൈവം വാഗ്ദത്തം തന്ന ശേഷം തുടർന്നുള്ള ദൈവത്തിന്റെ പ്രക്രിയകളൊക്കെ നമ്മളെ അതിലേക്ക് യോഗ്യരാക്കുകയാണ്. ദൈവം നമ്മളെ അതിന്റെ യോഗ്യതയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ, ആമേൻ. വാഗ്ദത്തം ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം തുടർന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ കാണുമ്പോൾ നമ്മൾ ആകെ പാനിക്കാകും, ആകെ തളർന്നു പോകും. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ തളരരുത്. വാഗ്ദത്തത്തിന് ശേഷം ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, യോഗ്യതയില്ലാത്ത എനിക്ക് ദൈവം വാഗ്ദത്തം തന്നു, തുടർന്ന് ദൈവം എന്നെ യോഗ്യത ഉള്ളവനാക്കാൻ പോവുകയാണ്. ആമേൻ. ഒരു എക്സാം ഇല്ലാതെ ഒരിക്കലും ഒരുവന് ഒരു എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. എന്നാൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുമ്പോൾ അവർ നിങ്ങൾക്കൊരു വാഗ്ദത്തം തരും. എന്താണ്? നീ 4 കൊല്ലം, ഇപ്പോൾ നീ എഞ്ചിനീയർ അല്ല, പക്ഷെ നീ 4 കൊല്ലം ഇവിടെ പഠിച്ച് ഇവിടുത്തെ പല എക്സാമുകൾ 6 അല്ലെങ്കിൽ 8 സെമസ്റ്ററുകൾ കഴിയുമ്പോൾ നിനക്ക് ഒരു എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് തരും. ആമേൻ. അപ്പോൾ ആ ഫൈനൽ 8 പരീക്ഷകൾ പാസ്സാകണം. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ തുടക്കത്തിൽ ഒരു വാഗ്ദത്തം കൊടുത്തു. 8 പരീക്ഷകൾ പാസ്സായി കഴിഞ്ഞപ്പോൾ എന്താണോ വാഗ്ദത്തം ചെയ്തത് അത് ആ വ്യക്തിക്ക് കൊടുത്തു. മനസ്സിലായോ? ഇതേപോലെ തന്നെ ജോസഫിന് ഇപ്പോൾ ദൈവം പിതാവ് കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? തനിക്കുള്ള വാഗ്ദത്തമാണ്. ആമേൻ. പല വാഗ്ദത്തങ്ങളും ദൈവം തന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാത്തത് ദൈവത്തിന്റെ കുഴപ്പം കൊണ്ടല്ല. ആമേൻ. നമ്മൾ ദൈവം വെച്ച പരീക്ഷകൾ പാസ്സാക്കാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി പ്രാർത്ഥിച്ച് വാഗ്ദത്തം നേടാൻ ശ്രമിക്കണ്ട. കാരണം ദൈവത്തിന്റെ ഇഷ്ടമാണ് വാഗ്ദത്തം നമുക്ക് തരിക എന്നുള്ളതാണ്. ആമേൻ, ഹല്ലേലൂയ. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവം കാര്യങ്ങൾ റിലീസ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹമാണ് ഇത് റിലീസ് ചെയ്ത് എന്റെ മകൾക്ക് എന്റെ മകന് കൊടുക്കണമെന്നുള്ളത്. ആമേൻ. അതുകൊണ്ട് ഇനി പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. കർത്താവേ, അങ്ങ് തന്ന വാഗ്ദത്തത്തിനായി നന്ദി. തുടർന്ന് ദിവസങ്ങളിൽ ആ വാഗ്ദത്തം പ്രാപിക്കുവാൻ എന്നെ അങ്ങയുടെ ആത്മാവ് ഒരുക്കുവാൻ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രത്തോളം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു അത്രത്തോളം ദർശനത്തിന്റെ അവധി പറഞ്ഞുകൊണ്ടേയിരിക്കും. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗവൺമെന്റിന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? നിങ്ങളെ ഒരു 21 വയസ്സുകൊണ്ട് നിങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ 22 വയസ്സുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡോക്ടർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരണമെന്നുള്ളതാണ്. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ അത് ഗവൺമെന്റിന്റെ ആഗ്രഹമാണ്. നമുക്ക് വേണമെങ്കിൽ ആ 22 വർഷമുള്ളത് വേണമെങ്കിൽ 30 വർഷമാക്കാം. എങ്ങനെ? 1ാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്ന ഓരോ ക്ലാസ്സിനും 1-2 പ്രാവശ്യം അത് തോറ്റാൽ മതി. മനസ്സിലായോ? അപ്പോൾ ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തം ലഭിക്കുവാൻ താമസിക്കുന്നത് ദൈവത്തിന്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമല്ല. ആമേൻ, ഹല്ലേലൂയ. എന്ത് സംഭവിക്കുന്നു? ഇടയ്ക്ക് വാഗ്ദത്തം വെച്ചല്ല നമ്മൾ ഓടുന്നത്, നമ്മൾ കാഴ്ചയാൽ ഓടും. കാഴ്ചയാൽ ഓടിയാൽ നമ്മൾ എത്തേണ്ട സമയത്ത് എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തുകയില്ല. ആമേൻ, ഹല്ലേലൂയ. പലപ്പോഴും എനിക്കും നിങ്ങൾക്കും പറ്റുന്ന ഒരർത്ഥമാണ് പലപ്പോഴും നമ്മൾ കാഴ്ചയാൽ ഓടിപ്പോകും. ആമേൻ. നമ്മൾ കാണുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകും. പക്ഷെ നമ്മൾ കണ്ടത് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം ശക്തിപ്പെടും. ആമേൻ. നമ്മൾ കണ്ടത് നമ്മുടെ വിഷനാണ്, നമ്മുടെ ദർശനമാണ്. പക്ഷെ കാണുന്നത് ഇപ്പോൾ പിശാച് മുമ്പിൽ ഒരുക്കുന്നതാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ആര് പിശാചിനെ അനുവദിക്കുന്നു എന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല, ദൈവം തന്നെ പിശാചിനെ അനുവദിച്ചു. എന്തിനാണെന്ന് അറിയാമോ? നമ്മളെ പരീക്ഷയിലൂടെ പാസ്സായി കടത്തിക്കൊണ്ടുവരുവാൻ. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ചെയ്യേണ്ടത് പരീക്ഷ ഒഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, പരീക്ഷയിലൂടെ കടന്നു പോകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരീക്ഷ ഒഴിയുന്നവനല്ല ഭാഗ്യവാൻ, പരീക്ഷയിലൂടെ കടക്കുന്നവനാണ്, പരീക്ഷ സഹിക്കുന്നവനാണ് ഭാഗ്യവാൻ. കാരണം കൊള്ളാവുന്നവനായി തെളിയുവാൻ. മനസ്സിലാകുന്നുണ്ടോ?
അപ്പോൾ പ്രിയരെ, തുടർന്ന് ജോസഫിന് ദർശനം കിട്ടി. ജോസഫിനെ കണ്ട ദർശനമാണ് സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങൾ തന്നെ നമസ്കരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മൾ തിരുവചനത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 37:9-11 വാക്യങ്ങൾ നമുക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. അവൻ മറ്റൊരു സ്വപ്നം കണ്ടു, തന്റെ സഹോദരന്മാരെ അറിയിച്ചു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അവനത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ചു. അവനോട്, നീ കണ്ട സ്വപ്നമുണ്ട്, ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിപ്പാൻ വരുമോ എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു. ശ്രദ്ധിച്ചേ, ഇവിടെ താൻ കണ്ട സ്വപ്നം, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്ന സ്വപ്നം തന്റെ അപ്പനോട് അറിയിച്ചപ്പോൾ അപ്പൻ ആ കൊള്ളാമെന്നാണോ പറഞ്ഞേ? അല്ല, അവനെ ശാസിച്ചു. തന്റെ സഹോദരനോട് അറിയിച്ചപ്പോൾ സഹോദരന്മാർ അവനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തോ? ഇല്ല. പകരം സഹോദരന്മാർ അവരുടെ അസൂയ വെച്ചു. ദൈവം നമ്മൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന രീതി നമ്മൾ അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞ് ആ വ്യക്തിക്ക് സഹിക്കത്തില്ല. ഹല്ലേലൂയ. പ്രിയരെ, അത് ആ വ്യക്തിയുടെ കുഴപ്പം കൊണ്ടല്ല, പകരം ആ വ്യക്തിയുടെ ഉള്ളിൽ പിശാച ആഴത്തിലൂടെ എന്റെയും നിങ്ങളുടെയും എല്ലാം ഉള്ളിൽ ഒരു വിഷം കുത്തിവെച്ചിട്ടുണ്ട്. അതാണ് ജഡചിന്തകൾ. മറ്റുള്ളവർ നമ്മളെക്കാൾ ഉയർന്ന് നമുക്ക് സഹിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. പക്ഷെ അതുകൊണ്ട് അതിന് ഈൽഡ് ചെയ്യാൻ ദൈവം പറഞ്ഞിട്ടുമില്ല. ഹല്ലേലൂയ. അതിന് കീഴ്പ്പെട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുമില്ല. പകരം പറഞ്ഞു, ജഡത്തിന്റെ ചിന്തകളെ നിന്റെ ഉള്ളിലുള്ള ആത്മാവാൽ നീ മരിപ്പിക്കണം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ തുടർന്ന് അടുത്ത സംഭവിച്ചത് എന്നാണെന്നറിയാമോ? താൻ ഈ വിഷൻ പറഞ്ഞതിനെ തുടർന്ന് തന്റെ വിഷൻ ഇവരോട് പറഞ്ഞതിനെ തുടർന്ന് അവിടെ സംഭവിച്ചത് എന്നാണെന്നറിയാമോ? ഇവർ തന്നെ തള്ളിക്കളഞ്ഞു, തന്നെ റിജക്ട് ചെയ്യുക, തന്നെ പ്രോത്സാഹിപ്പിക്കേണ്ട ഇവർ നിങ്ങളുടേതായ വ്യക്തികളോട്, നിങ്ങളുടെ അടുത്തുള്ള വ്യക്തികളോട്, നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുമെന്ന് പറയുന്ന വ്യക്തികളോട് നിങ്ങളുടെ ദർശനം പറയുമ്പോൾ ഇതുവരെയും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രസംഗിക്കുവാൻ ഒരു പ്രബോധനത്തിന് ചാൻസ് കിട്ടിയിരുന്ന വ്യക്തിയാണെങ്കിൽ അടുത്തത് നിങ്ങൾക്ക് ഒന്നും കിട്ടാതെയാവും. ഹല്ലേലൂയ. പിന്നെ നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണെന്ന് മനസ്സിലാക്കുക. എന്നാൽ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസംഗിച്ചപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു, നിങ്ങളുടെ പ്രസംഗം വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് നിങ്ങൾക്ക് ആ ചാൻസ് ഉണ്ട്? ആ വ്യക്തിയുടെ ചെവിയിൽ അത് കേട്ടാൽ ഉടനെ നിങ്ങളുടെ ചാൻസുകൾ മുടങ്ങാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇത് മനുഷ്യരിൽ കൂടിയുള്ള ജഡ സ്വഭാവമാണ്. ഈ സഹോദരനോട് ജോസഫ് ഈ കാര്യം അറിയിച്ചു. ഉടനെ സഹോദരങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ ജോസഫിനെ എടുത്ത് പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞു. ഹല്ലേലൂയ. നമ്മളാണ് ജോസഫെങ്കിൽ നമ്മുടെ ഹൃദയം എങ്ങനെ തകർന്നു പോകുമല്ലേ? നമ്മൾ പല കംപ്ലൈന്റുകളും പറയും, എന്നെ ഉയർത്തിക്കൊണ്ട് വരേണ്ട എന്റെ സഹോദരങ്ങൾ അവരല്ല എന്നെ ഇങ്ങനെയാ ചെയ്യുന്നത്, എനിക്ക് ആരുമില്ല, ഞാൻ എന്ത് ചെയ്യും? ഒരു പാസ്റ്റർ ഉണ്ടെങ്കിൽ ഉടനെ പാസ്റ്റർ വിളിച്ച് നമ്മൾ കാര്യം പറഞ്ഞേനെ, അല്ലേ? എന്റെ ഓഫീസിൽ എല്ലാവരും എന്നെ റിജക്ട് ചെയ്യുന്നു, ഇത്രത്തോളം നല്ലതൊക്കെ ഞാൻ ചെയ്തിട്ട് അവസാനം എനിക്ക് ഇതാണല്ലോ എനിക്ക് കിട്ടുന്നത്, ഞാൻ ഇത്രത്തോളം ഓഫീസിന് വേണ്ടി അധ്വാനിച്ചു, എന്നിട്ട് അവസാനം എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു. പല പല കാര്യങ്ങളായിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയരെ, അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ എവിടെ എത്തിയെന്നറിയാമോ? അങ്ങനെ ഒരു അവസരത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ചാനലിൽ എത്തിക്കഴിഞ്ഞു. ദൈവിക ചാനലിൽ എത്തിക്കഴിഞ്ഞു. ഇനി ആ പ്രോസസ്സിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഹല്ലേലൂയ. അവിടെ നമ്മൾ കംപ്ലൈന്റ് അല്ല വേണ്ടത്. പകരം ഇപ്പോൾ ജോസഫ് കാണുന്നത് എന്നാണെന്നറിയാമോ? ജോസഫിന്റെ ചുറ്റും ജോസഫ് നോക്കുമ്പോൾ കാണുന്നത് പൊട്ടക്കിണറ്. ജോസഫിന്റെ കാഴ്ച ഇപ്പോൾ ജോസഫിന്റെ ദർശനത്തിന് ശത്രുവായി തീരുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ജോസഫിന്റെ ദർശനത്തിന്റെ ശത്രുവായി തീരുകയാ. ജോസഫ് കാണുന്ന പൊട്ടക്കിണറ. പക്ഷെ ജോസഫ് കണ്ടതെന്താ? ജോസഫ് കണ്ടതൊന്ന്, ഇപ്പോൾ ജോസഫ് കാണുന്നതൊന്ന്. ഹല്ലേലൂയ. ജോസഫ് കണ്ടത്, ദർശനത്തിലൂടെ താൻ കണ്ടത് പാസ്റ്റ് ടെൻസ്, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്നു. അതായത് താൻ ഒരു ഭരണാധികാരിയായി തീരുന്നു. പക്ഷെ താൻ ഇപ്പോൾ കാണുന്നത് പൊട്ടക്കിണറ്. തന്റെ സഹോദരങ്ങൾ തന്നെ വലിച്ചെറിഞ്ഞു. സഹോദരന്റെ അകത്ത് എന്തുണ്ടാകും? പകയുണ്ടാകും. ഹല്ലേലൂയ. ഈ ഒരു അവസരത്തിൽ ദൈവത്തിന്റെ പ്രൊവിഷൻസ് അവിടെ മാറിപ്പോകുന്നില്ല. ദൈവം ചില പ്രൊവിഷൻസ് അവിടെ ഒരുക്കിയിരുന്നു. കാരണം ഇതെല്ലാം ദൈവത്തിന്റെ അറേഞ്ച്മെന്റാ. നമ്മൾ ചിന്തിക്കൂ, ഇതെല്ലാം എന്റെ സെറ്റ് ബാക്ക് ആണ്. ഇതെന്തിന്റെ സെറ്റ് ബാക്കാ? ഇതൊന്നും സെറ്റ് ബാക്ക് അല്ല, ഇതൊക്കെ ഒരു സെറ്റപ്പാണ്. മനസ്സിലായോ? ഉടനെ ദൈവം സെറ്റപ്പ് ചെയ്തതുപോലെ ഇതാ മിഥ്യാന്റെ കച്ചവടക്കാരൻ അവിടെ എത്തുകയായി.
മനസ്സിലായോ? മിദ്യാന്യ കച്ചവടക്കാരൻ അവിടെ എത്തുന്നു. ഈ കൂട്ടത്തിൽ ഒരുവന്റെ ഉള്ളിൽ തോന്നുന്നു, അവനെ അവിടെ ഇടണ്ട, അവിടെ കിടത്തണ്ട, അവനെ പൊക്കിയെടുക്കുക. കറക്റ്റ് സമയത്ത് മിദ്യാന്യ കച്ചവടക്കാരൻ ദൈവത്തിന്റെ സെറ്റപ്പ്. ഏത് സമയവും പ്രിയ കുഞ്ഞെ, ഞാൻ നിങ്ങൾ ഏത് കുഴിയിലാണ് എങ്കിലും ദൈവത്തിന്റെ സെറ്റപ്പ് അവിടെ എത്തിയിരിക്കും. എന്നെയും നിങ്ങളെ അവിടെ നിന്ന് വിടുവിച്ച് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ. ആമേൻ. ഹല്ലേലൂയ. ജോസഫിനെ അവിടെ നിന്ന് പൊക്കിയെടുത്തു, മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റു. ഇപ്പോൾ നോക്കുക, താൻ ആരായിത്തീർന്നു? ഒരു അടിമയായിത്തീർന്നു. ഇപ്പോൾ താൻ എവിടെയാണ് നിൽക്കുന്നത്? അടിമ മാർക്കറ്റിലാണ് നിൽക്കുന്നത്. തന്നെ കച്ചവടത്തിന് വെച്ചിരിക്കുക. ആ സമയത്തൊന്ന് ചിന്തിച്ചു നോക്കിയ ജോസഫിന്റെ ഹൃദയത്തിലൂടെ എന്തായിരിക്കും കടന്നു പോകുന്നത്? അപമാനത്തിന്റെ അവസ്ഥ. അല്ലെ? ഹല്ലേലൂയ. പ്രിയരെ, പലപ്പോഴും ഈ ദൈവികമായ യാത്രയില് നമ്മൾ പലപ്പോഴും അപമാനത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. പക്ഷേ ആ സമയം എന്തിന് മുറുകെ പിടിക്കണമെന്നറിയാമോ? നമ്മൾ കാണുന്നതിലല്ല, നമ്മൾ കണ്ടതിൽ മുറുകെ പിടിക്കണം. നമ്മുടെ കാഴ്ചയിലല്ല, നമ്മുടെ ദർശനത്തിൽ മുറുകെ പിടിക്കണം. നമ്മുടെ സൈറ്റിലല്ല, നമ്മുടെ വിഷനിൽ മുറുകെ പിടിക്കണം. കാരണം ദർശനം തന്നവൻ അത് പാലിക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് അടുത്ത സ്റ്റേജിലേക്ക് താൻ പോവുകയാണ്. ഈ സമയത്തൊക്കെ എന്താ സംഭവിക്കുന്നറിയാമോ? ജോസഫിന്റെ ചിന്തകൾ ഉയരുകയാണ്. തന്റെ സഹോദരന്മാരോടുള്ള കോപം ഉയരുകയാണ്. ഞാൻ ഈ അവസ്ഥയിലേക്ക് വരാൻ കാരണം എന്റെ സഹോദരനുള്ള കോപം ഉയരുകയാണ്, വൈരാഗ്യം ഉയരുകയാണ്. ഒരു സ്ഥലത്ത് വൈരാഗ്യം ഉയരുമ്പോൾ മറുസ്ഥലത്തുനിന്ന് ദൈവത്തിന്റെ ദർശനം അതിനു മുകളിൽ ഉയരുകയാണ്. ദൈവം കൊടുത്ത ദർശനം അതിനു മുകളിൽ ഉയരുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ സമയത്ത് അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയായി. എവിടെന്നാണെന്നറിയാമോ? അവിടെ ദൈവം സെറ്റപ്പ് ചെയ്തതുപോലെ പോത്തിഫറിന്റെ വീട്ടിലേക്ക് തന്നെ വാങ്ങിക്കാൻ ആള് വന്നു. ഹല്ലേലൂയ. ഉടനെ പോത്തിഫറിന്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോവുകയാ. അവിടെ തന്നോട് കൂടെ ദൈവം ഇരുന്നത് കൊണ്ട്, എന്തുകൊണ്ട് ജോസഫിനോട് കൂടെ ദൈവം വരുന്ന പ്രിയരെ, ഈ സമയത്തൊക്കെ ജോസഫിന് തന്റെ സഹോദരങ്ങളോട് അസൂയയും അല്ലെങ്കിൽ കോപവും വൈരാഗ്യവും എല്ലാം തോന്നേണ്ടതാ. പക്ഷേ ഈ സമയത്തും ദൈവം ജോസഫിനോട് കൂടെ ഇരുന്നെങ്കിൽ ജോസഫ് എന്ത് ചെയ്തെന്നറിയാമോ? ജഡചിന്തകൾ ദൈവത്തോട് ശത്രുത്വമെന്ന് റോമൻസ് 8:7 പറയുമ്പോൾ ഇവിടെ ജഡചിന്തയോടെ വൈരാഗ്യത്തോടെ ജോസഫ് പ്രവർത്തിച്ചിരുന്ന ജോസഫിനോട് ആരിയ്ക്കത്തില്ലായിരുന്നു, ദൈവം ഇരിക്കത്തില്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴും പക തോന്നേണ്ട സഹോദരങ്ങളോട് ആ പകയെ കീഴടക്കിക്കൊണ്ട് ജോസഫ് മുന്നോട്ടേക്ക് പോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ പോത്തിഫറിന്റെ വീട്ടിൽ ദൈവത്തിന്റെ വചനം പറയുക, ജോസഫിനോടുകൂടെ ദൈവം ഇരുന്നത് കൊണ്ട് ജോസഫ് ചെയ്തതല്ല, ജോസഫ് ഭൗതിക മണ്ഡലത്തിൽ ചെയ്തതല്ല, ആത്മമണ്ഡലത്തിലൂടെ ഇരുന്ന ദൈവം എല്ലാം അനുഗ്രഹിച്ചു, എല്ലാം സക്സസ് ആയിരുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിലും ടെസ്റ്റ് അവസാനിച്ചില്ല. എന്ത് സംഭവിച്ചു? ആ സഹോദരിയെ കടന്ന് കയറി പിടിച്ചു, പോത്തിഫറിന്റെ ഭാര്യയെ കയറി പിടിച്ചു എന്നുള്ള കള്ള ആരോപണം ഉന്നയിച്ച് ജോസഫിനെ ജയിലിലേക്ക് അയക്കുക. ശ്രദ്ധിച്ച്, ആ സമയത്ത് ജോസഫിന്റെ ചിന്ത എന്താ? നിങ്ങൾ ചിലര് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നത്, ഈ ശബ്ദവരിയിൽ ചിലർ ഈ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ ആത്മാവ് സൂചിപ്പിക്കുകയാണ്. ആളുകൾ ചെയ്യാത്ത കുറ്റത്തിനെ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ കുറ്റം ചുമത്തി നിങ്ങളെ കളിയാക്കുമ്പോൾ, നിങ്ങളെ അപമാനിക്കുമ്പോൾ, പ്രിയ കുഞ്ഞെ, നീ ഭയപ്പെടേണ്ട. നീ ഒരു അനുഗ്രഹത്തിലേക്കുള്ള യാത്രയാ. ഇപ്പോൾ നീ കാണുന്നതിന് നീ വിശ്വസിക്കേണ്ട. പകരം നിന്നെ കുറിച്ച് ഒരു വാഗ്ദത്തമുണ്ട്. നീ കണ്ടതിന് നീ വിശ്വസിച്ചാൽ മതി. അത് പ്രകാരം നീ പൊക്കോ. നിന്നോട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തന. അവൻ അതിലേക്ക് നിന്നെ നയിക്കും, അതിലേക്ക് നടത്തുക തന്നെ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നാണക്കേടിന്റെ അവസ്ഥയിലും തന്റെ സഹോദരനോട് കോപം വീണ്ടും കൂടാം. ആമേൻ. ഹല്ലേലൂയ. തുടർന്ന് ജോസഫ് ചെയ്യുന്നത് കാരാഗ്രഹത്തിലാണ്. ഇവിടെ കാഴ്ചയാ ജോസഫ് ജീവിച്ചിരുന്നെങ്കിൽ ജോസഫ് ഒരിക്കലും തന്റെ ദർശനത്തിലെത്തത്തില്ലായിരുന്നു. ആമേൻ.